ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ വാസ്കോ ഗെയിമിംഗ്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടത് GTA-ൻ്റെയാണ്. GTA-ൻ്റെ കണ്ടന്റ് ഞാൻ ഇടുന്നില്ല, ഞാൻ കളിക്കുന്ന ആളല്ല, ഞാൻ കാണലുണ്ടെന്നേ ഉള്ളൂ. അപ്പം ഇന്ന് മുതൽ നമ്മൾ അങ്ങോട്ട് പ്ലസിൻ്റെ കണ്ടതായിരിക്കും. അപ്പം 2-3 ദിവസത്തിനുള്ളിൽ ഒരു ഡിവിഷൻ്റെ ഒരു വീഡിയോ വരുമായിരിക്കും. ഞാൻ ഇപ്പം ഡിവിഷന് കളിക്കൽ ഉണ്ടായില്ല. ഡിവിഷൻ 3 എത്തിയതിന് ശേഷം 2 സീസൺ കളിച്ചില്ല. അപ്പം ഇപ്പം ഡിവിഷൻ 4 ഒരു 1-2 ദിവസത്തിനുള്ളിൽ എന്തായാലും റാങ്ക് പുഷിൻ്റെ വീഡിയോ ഇട്ടു. അപ്പം ഇന്ന് ഞാൻ മെയിനായിട്ട് വന്നത് ഈ തേഴ്സ്ഡേ പെസ്സിൽ വൺ ഓഫ് ദി ഹയസ്റ്റ്, അതായത് പെസ് ഹിസ്റ്ററി, അത് ഫുൾ പെസ് ഹിസ്റ്ററിയിൽ വൺ ഓഫ് ദി ഹയസ്റ്റ് റേറ്റിംഗ് ആയ 110 റേറ്റിംഗ് വന്നിട്ടുള്ള പ്ലെയർ വന്നിട്ടുണ്ട്. അതായത് ഇപ്പം വന്ന എപ്പിക്ക് 107, 108 വരുന്ന എപ്പിക്കിനെയും കാട്ടിയും വലിയ ഇത് വന്നിട്ടുണ്ട്. അതായത് അതിൻ്റെ എപ്പിക്കിൻ്റെ ബിഗ് ടൈം അത് ഇപ്പം വന്നത് സാധാരണ അവർ കൊണ്ടുവരല് മെസ്സിൻ്റെ അധികം ബിഗ് ടൈം ആയിട്ട് കൊണ്ടുവരല് എപ്പിക്കിന് ശേഷം. കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം ബ്ലിറ്റ്സ് മെസ്സി അന്ന്. അതിന് മുന്നത്തെ പ്രാവശ്യം നമുക്ക് മറ്റേ ബാലൻഡിയോർ അടിച്ചുകൊണ്ട് 3 മെസ്സി വന്നിന്. അപ്പം അങ്ങനെ മെസ്സിയാണ് അധികം വരുത്ത് പുതിയ കാർഡ് ടൈപ്പ് വന്നാൽ. അതിപ്പോൾ ഇപ്രാവശ്യം എപ്പിക്കായാലും നമ്മളെ ഇത് അംബാസിഡർ ബാക്കായിട്ട് 1500 മെസ്സി വന്നു. ഈ മുന്നത്തെ വർഷം അതന്നെ നെയ്മറും മെസ്സിയും വന്നിന്. അത് മെസ്സിയും ഉണ്ടായി, മെസ്സിയാണ് ഫസ്റ്റ് ഉണ്ടാകുന്നത് അവർ ലീക്കാക്കിയത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അതന്നെ വിചാരിച്ചത്. ഇപ്പം ബാർസ ആനിവേഴ്സറിൻ്റെ ക്യാമ്പയിൻ ആയതുകൊണ്ട് നമ്മൾ അതിനാണ് എക്സ്പെക്റ്റ് ചെയ്തിന്. പക്ഷേ കൊനാമി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് അല്ല, റീലാവുന്നു. ഒരു സിംഹത്തിൻ്റെ ഇതും കൊടുത്തിട്ട് ലയൺ അവൈക്കൺ ടുമാറോ, അതായത് ഞാൻ വേണ്ടിക്ക് കാണിച്ചതാണ്. അതായത് അവർ ലയണിൻ്റെ ഒരു ഫോട്ടോ ഇങ്ങനെ ഉറങ്ങി നീക്കുന്നവരായിട്ട് അങ്ങനെ കാണിച്ചിട്ട് വന്ന ഒരു ഇത് പോസ്റ്റ്. അപ്പം എല്ലാവരും പ്രതീക്ഷിച്ചത് മെസ്സി സോറി ഗൈസ്, അത് കട്ടായി പോയതാ. അപ്പോൾ അധികം വിചാരിച്ചത് ഇബ്രാഹിമോവിച്ച് അങ്ങനെ ചിലവർ റൂമേഴ്സ് ഇട്ടിനി. ഇബ്രാഹിമോവിച്ച് അല്ലെങ്കിൽ മെസ്സി കാരണം മെസ്സിനെ അങ്ങനെ ലയൺ വിളിക്കില്ല, ഗോട്ട് എന്ന് വിളിക്കല് അധികം. മെസ്സി റൊണാൾഡോ അങ്ങനെയല്ലോ. അപ്പോൾ ലയൺ എന്ന് പറയുമ്പോൾ ഒരാളായിട്ട് അത് സ്ലാട്ടൻ തന്നെ പറയുന്നുണ്ട്, ഐ ആം ദ ലയൺ നടത്തി. അങ്ങനെ അധികം ഇൻ്റർവ്യൂവിലെല്ലാം പറയലുണ്ട് ഫണ്ണായിട്ട്. അപ്പോൾ ഇബ്രാഹിമോവിച്ചാണെന്ന് മനസ്സിലായി, പക്ഷേ ഏത് ഇബ്രാഹിമോവിച്ചാണെന്ന് മനസ്സിലായില്ല. അന്നേരമാണ് വ്യാഴാഴ്ച ഉച്ചക്ക് അവർ ബ്ലാക്ക് ഫ്രൈഡേ ഉണ്ടായിരുന്നത്. അപ്പം ബാർസ ക്യാമ്പയിൻ ഇപ്പം വന്നില്ല. നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് ബാർസ ക്യാമ്പയിനും വലിയ വരും. എന്നിട്ട് ബ്ലാക്ക് ഫ്രൈഡേ ചെറുങ്ങനെ അവർ ഷോപ്പിൽ കോയിനായിട്ട് കൊടുക്കുന്ന വിചാരിച്ചെല്ലാവരും. പക്ഷെ എല്ലാവരും ധൈര്യത്തിൽ ഇനി 2 ആഴ്ച ബ്ലാക്ക് ഫ്രൈഡേ, അതിന് ശേഷമാണ് ബാർസ ക്യാമ്പയിൻ. അപ്പം അവർ ബിഗ് ടൈമായിട്ട് കൊണ്ടുവന്നത് സ്ലാട്ടൻ ഇബ്രാഹിമോവിച്ച്. ആ സ്ലാട്ടനെ കുറിച്ചാണ് ഞാൻ പറയാൻ വന്നത്. അതുകൊണ്ട് ഇതിങ്ങനെ പറഞ്ഞാണ് അവരെങ്ങനെയാണ് ഇതാക്കിയെന്ന് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പം അത് എല്ലാവരും അധികം ആൾക്കാരും ആദ്യം വിചാരിച്ചത് അത് എൻഡ് കാർഡാണ്, അതായത് എൻഡ് ഗെയിം കാർഡ്. ഈ പെസ്സിലേ ഇതുവരെ ഇല്ലാതൊരു ഏറ്റവും ബെസ്റ്റ് കാർഡ് എന്നാണ് ആൾക്കാർ വിചാരിച്ചത്. ഓക്കെ, അത് മോസ്റ്റ് ഓഫ് ദ പീപ്പിളിന് ആയിരിക്കാം. ഞാൻ എൻ്റെ ഒരു ചങ്ങാതിൻ്റെ അക്കൗണ്ട്, അതായത് എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചങ്ങായിണ്ട്, ആ ചങ്ങാതിൻ്റെ അക്കൗണ്ടിൽ ഞാൻ കളിച്ചു നോക്കിയാലും ഓക്കെ ഫോക്സിൻ്റെ ബോക്സാണെന്ന് അറിയാലോ, പോച്ചറാണ് അധികം ആൾക്കാർക്കും ബെസ്റ്റ്. എനിക്ക് പോച്ചർ ഇല്ല, ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് നല്ല പോച്ചറില്ല. ഞാൻ ഒരു ഡീപ് ലൈൻ ഫോർവേഡും ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കറും ഞാൻ ഇടല് മോസ്റ്റ് ഓഫ് ദ ടൈം. അപ്പം എനിക്ക് പോച്ചറില്ല, ഫോക്സിൻ്റെ ബോക്സ് ഇല്ല. പോച്ചർ കഴിഞ്ഞാൽ ഫോക്സിൻ്റെ ബോക്സ് എന്നിട്ടാണ് ഡീപ് ലൈനിലും പറഞ്ഞാൽ അത്രക്കും താഴേക്ക് വരിക. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഡീപ് ലൈൻ ഫോർവേഡ് ഇതുവരെ എനിക്ക് ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായില്ല. ക്രൈഫ്, ബാജിയോ എല്ലാവരും എനിക്ക് കറക്റ്റ് നല്ലൊരു ഇതായിട്ടാണ് കണ്ടത്, അതായത് തന്നത്. അങ്ങനെ പോച്ചർ ഫോക്സിൻ്റെ ബോക്സ്
സ്ലാട്ടൻ വന്നു. സ്ലാട്ടൻ്റെ അതായത് നമ്മുടെ ബേസ് കാർഡ് ആയാലും സ്ലാട്ടൻ്റെ അത് ബോക്സിൻ്റെ വിത്ത് ഒരിക്കാൻ പോച്ചർ ആയിനോ ഒന്ന് അതറിയില്ല, പോച്ചർ ആയിനോ അറിയില്ല. എന്നാൽ അധികവും പോച്ചർ വിത്തില്ല, ബോക്സിൻ്റെ വിത്ത്. അങ്ങനെ ഗെയിം വന്നു. ഞാൻ ഇപ്പം വന്നിട്ട് നോക്കി. ആദ്യം ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു 99 ഫിനിഷിങ്, പിന്നെ 96 കിക്കിംഗ് പവർ. ഇത് ഞാൻ ഏകദേശം എസ്റ്റിമേറ്റ് ആക്കിയിട്ടായിരുന്നു. ഞാൻ കറക്റ്റ് നോക്കി വൈഹാട്ടാക്കി പറഞ്ഞുതരാം. 97, 98 ഒഫൻസീവ് ഹാർനെസ്, 92, 93 ആക്സലറേഷൻ, എല്ലാം ഉണ്ട്. ജമ്പ്, ഹൈറ്റ്, ഹെഡിങ് എല്ലാം ഉണ്ട്. പോരാത്തതിന് ഫിനോമിനൽ ഫിനിഷിങ്ങും ഉണ്ട്. ഇത് വിൽ പവർ എന്ന് പറഞ്ഞിട്ട് പുതിയ സാധനം വന്നിട്ടുണ്ട്. ഇത് ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് പെസ്സിനെ ഇതാക്കിയെന്ന് അടക്കി വരിച്ചു എന്ന് ഞാൻ വിചാരിച്ചത് ഫസ്റ്റ് കണ്ടത്. അതായത് ഞാൻ ഗെയിം എടുത്ത് നോക്കുമ്പോൾ എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് ഫ്രീ ട്രൈ ഇറക്കി. സാധാരണ എല്ലാവർക്കും പറ്റുന്ന എനിക്ക് കിട്ടിയില്ല. എൻ്റെ ചങ്ങായിമാർക്കെല്ലാം കിട്ടീനി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഒരു ചങ്ങായിണ്ട്, എൻ്റെ പേര് പണ്ട് പഠിച്ചാണ്. ആ ചങ്ങായിൻ്റെ ഇതിൽ കളിച്ചു നോക്കി. അന്നേരം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ നല്ല വെയിറ്റും, അത് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഈ മെസ്സി എന്നെല്ലാം പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ്, നല്ല സുഖമായി സ്മൂത്തായി നമുക്ക് ഡ്രിബിൾ ചെയ്യിപ്പിക്കുക. ഈ ഡ്രിബിള് പിന്നെ സ്പീഡ്, നല്ല ബോൾ കൺട്രോൾ ടൈപ്പ് ഇങ്ങനെ ഇല്ലവരാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. അതാണ് ഞാൻ ബാഡ്ജോനും ക്രൈഫിനെല്ലാം എടുക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ടൈപ്പാണ് എൻ്റെ ഒരു പ്ലേയിങ് സ്റ്റൈൽ. അതായത് നല്ല ഡ്രിബിൾ ചെയ്യുക, കുറച്ച് നല്ല സ്പീഡിൽ റൺ ആവുക. എൻ്റെ നെയ്മർ അതായത് MS നെയ്മർ, ആ 107 ആ നെയ്മർ വരെ എനിക്ക് അങ്ങനെ ഒരു ഇതാണ് വന്നത്. അപ്പം ഞാനൊന്ന് കളിപ്പിച്ച് നോക്കി. ഓക്കെ, ഗോള് അടിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ സ്റ്റാറ്റസ് 98 ഒഫൻസീവ് ഹാർനെസ് അതിന് ഓക്കെ, ഒഫൻസീവായിട്ട് പോകുന്നുണ്ട്. പക്ഷേ അത് പോച്ചറും കൂടി ആയെങ്കിൽ തീർന്നേനെ, എന്തായാലും തീർന്നേനെ. പിന്നെ പോച്ചറല്ല അത് ഒരു ഓക്കെ. 96 99 ഫിനിഷിങ്. ഞാൻ എത്ര സ്റ്റണ്ണിങ് ഷോട്ട് അടിച്ച് ഗോളി തട്ടി. ഓക്കെ, ഗോളി തട്ടിയത് ഓക്കെ, അത് ഗോളിയുടെ മികവായിരിക്കും, അല്ലെങ്കിൽ സ്ലാട്ടൻ്റെ അടികൊണ്ട് ഇതായിരിക്കും. ഓക്കെ, അടിച്ചു കുറേ ഒരു 5 സ്റ്റണ്ണിങ് ഷോട്ട് ഞാൻ അടിക്കും. അതിൻ്റെ അകത്ത് ഒരു 2-3 എണ്ണേ കയറുമല്ലോ. ഒന്ന് പോസ്റ്റ് ആയിരിക്കും, ഒന്ന് പുറത്തേക്കായിരിക്കും, അങ്ങനെ ആവാം. ഓക്കെ, അതൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം എല്ലാം തികഞ്ഞ ഒരു പ്ലെയർ ആവണമെന്നില്ലല്ലോ ഒരു പ്ലെയർ. എന്നിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, പിന്നെ അപ്പോൾ അടിക്കുന്ന അടിയിലും ഒരു പവർ കൂടുക. അതായത് സാധാരണ നമ്മൾ സ്റ്റണ്ണിങ് ഷോട്ട് അടിക്കുന്നില്ലേ, ആ സ്റ്റണ്ണിങ് ഷോട്ട് അടിക്കുന്ന സാധനം എനിക്ക് ഈ ഇതിൽ കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ ഈ സാധാ ഷോട്ടിൽ തന്നെ കിട്ടുന്നുണ്ട്. ആ വിൽ പവറിൻ്റെ ഇതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഫിനിഷിങ് അത്ര ഉണ്ടായിട്ടും പോസ്റ്റിലേക്ക് കുറേ ഒന്നും പോകുന്നില്ല. ടാപ്പിൻ വരെ ജസ്റ്റ് ഇതാകും. നമ്മൾ ഇപ്പം ക്രൈഫിനെ എടുത്ത് നോക്കുക. ഞാൻ ഇപ്പോൾ ക്രൈഫിന് ത്രൂ ബോൾ ഇട്ട് കൊടുക്കും. 1v1 സിറ്റുവേഷൻ, അതായത് ഗോളിയും ഓനായിട്ടാണെങ്കിൽ എന്തായാലും എങ്ങനെയായാലും അത് അടിച്ചിരിക്കും. കാരണം ഓനത്ര സമയം വേണ്ട, ഓന് നല്ല ടൈപ്പ് പൊസിഷൻ ഉണ്ട്, നല്ല ബോൾ കൺട്രോൾ ഉണ്ട്, എല്ലാം ഉണ്ട്. ഓനത് വേഗം എടുത്ത് പോയിട്ട് ഗോൾ അടിച്ചോളും. എനിക്ക് അത്ര വിശ്വാസമുണ്ട്. ഞാൻ ആ ഒരു വിശ്വാസത്തിൽ സ്ലാട്ടൻ ഒരു നല്ലൊരു ത്രൂ കൊടുത്ത്. സ്ലാട്ടനാണെങ്കിൽ ഇത് എടുത്തിട്ട് അങ്ങോട്ടേക്ക് ഓടുമ്പോഴേക്ക് തന്നെ ഗോളി വന്ന് എടുത്ത്. ഡിഫൻസീവ് ആണെങ്കിൽ പിന്നെ അങ്ങനെ നോക്കണ്ടേ, ഇത് കുറച്ച് കയറി വന്നിട്ട് അവരെ കയറ്റി വന്നിട്ട് അങ്ങനെ പിടിച്ച്. അപ്പോൾ എനിക്ക് അങ്ങനെ സ്മൂത്തായിട്ട് കളിക്കുന്ന ആൾക്കാരെ ഇഷ്ടം, സ്ലാട്ടന് ഇഷ്ടമില്ല. അത് കളിപ്പിക്കാൻ ഇഷ്ടമില്ലവർക്ക് നല്ല ആവാം, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഭയങ്കര ഇതായിട്ടില്ല, പക്ഷെ നല്ല ഹൈപ്പ് കൊടുത്തത് എനിക്ക് ഇഷ്ടമില്ല. സാധാരണ കൊനാമി ഹൈപ്പ് കൊടുത്ത കാർഡിൽ നല്ല ഹൈപ്പിന് അത്ര ഇല്ല കളി കളിക്കലുണ്ട്. അത് ആദ്യത്തെ ഒരാഴ്ച അതിൻ്റെ നെർഫ് ചെയ്യലുണ്ടെങ്കിലും ആദ്യത്തെ ഒരാഴ്ച നല്ലോണം കളിക്കലുണ്ട്. ചിലത് നേരെ തിരിച്ചു പോവാം. ഒരാഴ്ച കളിക്കുന്ന കളി ആയിരിക്കില്ല, അടുത്ത ആഴ്ച അതിനെക്കാട്ടും നല്ല കളി കളിക്കും. ഞാനിപ്പം വീഡിയോ എടുക്കുന്നത് ശനിയാഴ്ചയാണ്. ഞാൻ ഇത് എപ്പോൾ ഇടും അറിയില്ല. അടുത്ത ആഴ്ച ആണെങ്കിൽ നമുക്ക് അത് അടുത്ത ആഴ്ച ഞാൻ വേണ്ടിക്ക് വീഡിയോ ഇട്ട് നോക്കാം. ഇപ്പം അധികം യൂട്യൂബേഴ്സിനും കളിപ്പിച്ച് നോക്കുന്നില്ലേ, എന്താ സംഭവം അത് ഓവർ പവേർഡ്.
നമ്മൾ അറിയില്ലേ OP എന്ന് പറയുന്നത് എന്താണ് അണ്ടർ റേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്റ്റാറ്റസിനുള്ളത് അല്ല, സ്റ്റാറ്റസിനെക്കാട്ടി നല്ലോണം കളിക്കുന്നത്. ഇത് ഓവർ റേറ്റഡാണ്. കാരണം അത്രയില്ല, 99 ഫിനിഷിങ് കൊടുത്തിട്ടും അത്ര അടിക്കുന്നില്ല. ഓക്കെ, ഫിനിഷിങ് കൊടുത്തിട്ട് ഗോൾ അടിക്കുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നില്ല. കാരണം അത് എന്നത് ഇപ്പം ഗോളി പിടിച്ചാലോ അല്ലെങ്കിൽ പോസ്റ്റ് നട്ടിയാലോ ഒന്നും അത് നമ്മളൊന്നും ആളല്ല. പക്ഷെ ചിലത് പുറത്തു പോയിരുന്നു. ഇതെല്ലാം ഓക്കെ. സ്ലാറ്റിൻ്റെ ശരിക്കും കളിയിൽ ശരിക്കും റിയൽ ലൈഫിൽ സ്ലാറ്റിന് നല്ല ഹെഡിങ് ഉണ്ട്, നല്ലോണം ഹെഡിങ് ഗോൾ അടിക്കുന്നുണ്ട്. റൊണാൾഡോൻ്റെ അതേ ലെവലിലാണ് കളിക്കുന്നത് റിയൽ ലൈഫിൽ. ചില റിയൽ ലൈഫിനും കാട്ടി നല്ലതെന്ന് പറയരുത്. പക്ഷെ ഗെയിം കളിച്ചു നോക്കി ഓനെ ബെക്കാം അങ്ങനെ ഉണ്ട്, 104 105 അങ്ങനെയുള്ള ബെക്കാമുണ്ട്. ആ ബെക്കാമെ കൊണ്ട് ഞാൻ ക്രോസ് എടുപ്പിച്ച് നോക്കി. അപ്പോൾ സാധാരണ നമ്മളെ റൊണാൾഡോ പിന്നെ നമ്മളെ ഷെവച്ചെൻകോ അവരിൽ നല്ല വൃത്തിക്ക് നല്ല ഹെഡ് ഉണ്ട്. ഞാനൊരു ഹെഡ് വെച്ച് കൊടുത്തേ. സ്ലാറ്റനാണെങ്കിൽ എന്ത് ചെയ്ത് നേരെ പോയിട്ട് ഇങ്ങനെ കുത്തുവൻ. അപ്പം കുത്തുമ്പം ഇപ്പം പോസ്റ്റ് ഈടിയും ഓൻ ഈടിയാണെങ്കിൽ ഇങ്ങോട്ട് കുത്തിയിട്ട് പുറത്തേക്കാണ് പോകുന്നത്. മനസ്സിലായ? അതായത് സ്ലാറ്റിന് എവിടെയാണെന്നോ അങ്ങോട്ടേക്കാണ് കുത്തുക. അപ്പോൾ ഇപ്പം നമ്മൾ ഔട്ട് ഓഫ് പൊസിഷൻ, അതായത് ഇപ്പം സാധാരണ റൊണാൾഡോയിലാണെങ്കിൽ കറക്റ്റ് കുത്തും. അതായത് ഇപ്പം പോസ്റ്റ് കുറച്ച് ബാക്കോട്ടേക്കാണെങ്കിൽ കറക്റ്റ് കുത്തും. ഇവ കുത്തിയാലും പുറത്തേക്കാണ് പോകുന്നത്. അതെനിക്ക് അതിശയമായി പോയത്. കാരണം അത്രയും ഭയങ്കര എക്സ്പെക്റ്റേഷനോടെയാണ് എല്ലാവരും കളിപ്പിച്ചിന്. അതുകൊണ്ടാണോന്നറിയില്ല. ഞാൻ ഭയങ്കര ഹൈപ്പ് കൊടുത്തിനോന്നൊരു സംശയം എനിക്ക്. അങ്ങനെ കൊടുക്കാണ്ട് കളിച്ചെങ്കിൽ നല്ലതായിരിക്കും. അപ്പം അത്രക്കും ഹെഡിങ് അത്രക്കും നല്ല സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്. ഹൈറ്റ് ഇല്ലെങ്കിൽ പിന്നെയും പറയാം, നമുക്ക് കുത്തിയിട്ട് അങ്ങനെയാണെന്ന് ഇങ്ങനെയാണെന്ന് പറയാം. ഇത് ഹൈറ്റില്ലാതെ കന്നവേരൻ്റെ ഒപ്പം വരെ ഇത് ഹെഡ് കുത്തിയിട്ട് പുറത്തേക്ക് ഇടുന്നു. കന്നവേര ആടെ പ്രഷർ കൊടുക്കുന്നില്ല, എന്നിട്ടും ഹെഡ് കുത്തുന്നില്ല നേരാവണം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഏകദേശം നമ്മളെ ആ ഒരു ഹൈപ്പിനുള്ളതില്ലാന്ന്. ഇത് ഒരു 105 106 അത്രയേ ഉള്ളൂ. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പോൾ അവർ 110 കൊടുത്തത് എനിക്ക് അത്ര ഇതായില്ല. മനസ്സിലായോ? എനിക്കത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. പക്ഷെ ഗോൾ അടിക്കുന്നില്ല ഞാൻ പറയുന്നില്ല. വിൽ പവറും ഫിനിഷിങ്ങും ഉണ്ടായിട്ട് വരെ ഗോളെല്ലാം കുറവാണ്. നമ്മുടെ ഇതിനെക്കാട്ടും നല്ല വൃത്തിക്ക് ഏറ്റവും ഷെവച്ചെൻകോയിൽ ഞാൻ കളിപ്പിച്ച് നോക്കിനി. എൻ്റെ പണ്ട് ഞാനൊരു അക്കൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ ആ അക്കൗണ്ടിൽ ഞാൻ കളിപ്പിച്ച് നോക്കിനി. അതിൻ്റെ അതൊരു കിട്ടിലും കളി കളിച്ച് ഏറ്റവും ഷെവച്ചെൻകോ എൻ്റെ റൂമി എല്ലാം കിട്ടിലന്മാർ കളിച്ചിന്. ആ ഒരു കളി ഈ ഒരു ഇതിന് കിട്ടുന്നില്ല. 99 ഐക്കോണിക്ക് റൊമിനിയും മറ്റേ ഏറ്റവും വരെ കളിക്കുന്ന കളിയൊന്നും ഇവൻ കളിക്കുന്നില്ല. അതാണ് എനിക്ക് ഒരു കിട്ടാതെ. അതാണ് അപ്പം 110 കളിയായാലും ഈ ഏറ്റവും റുമ്മിയെല്ലാം കളിക്കുന്നുണ്ടെന്ന് പറയുമ്പം അത്രക്കും ഇതാണ്. മനസ്സിലായ? ഇനിയിപ്പം നിങ്ങൾ കറക്കിയിട്ടെങ്കിൽ ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുന്നേ. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് വേണ്ടത് 5 എപ്പിക് പ്ലെയേഴ്സ് ഉണ്ട്. ആദ്യം വേണ്ടിക്ക് നിങ്ങൾ കറക്കിക്കോ, ഞാൻ പറയുന്നില്ല. പക്ഷേങ്കിൽ ഇനി ഇത് കറക്കിയിട്ട് നിങ്ങൾ റിഗ്രറ്റ് അടിക്കറി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇനിയും ഇതുപോലെ ബിഗ് ടൈം വേണ്ടിക്ക് ഇനി റൊണാൾഡോൻ്റെ റയൽ വരാം. റയലല്ല യുണൈറ്റഡ്, കാരണം റയലിൻ്റെ ലൈസൻസ് ഇല്ല. യുണൈറ്റഡ് വരാം. പിന്നെ വേണമെങ്കിൽ മറ്റേ ഇതിൻ്റെ മെസ്സി തന്നെ വരാം. മെസ്സി അടുത്ത ആഴ്ച 2 ആഴ്ചക്ക് ശേഷം മെസ്സി വരാം. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇബ്രാഹിമോവിച്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ കറക്കണമെന്നില്ല. പിന്നെ നിങ്ങൾ അത്രക്കും ബോഡിയിലും വെച്ചിട്ട് കളിക്കുന്നവരാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മെല്ലെ സ്ലോ ആയിട്ട് കളിക്കുന്ന അങ്ങനെ ഒരു പ്ലേ സ്റ്റൈലില്ല എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും മെറ്റാ ഫോർമേഷൻ ഇല്ലാതെല്ലാം സ്പീഡി പ്ലേയേഴ്സിനെ വെച്ചിട്ട് കളിക്കുന്നത്. അപ്പം അങ്ങനെ അതായത് നിങ്ങൾക്ക് അത്ര സ്പീഡ് വേണ്ട, നല്ല ഗോൾ അടിക്കുന്നത്, ഫിനിഷിംഗ് ഇല്ലേ, ബോഡി വെച്ച് അടിക്കുന്നത്, അങ്ങനെയുള്ള അവരാണെങ്കിൽ നിങ്ങൾ എടുത്തോ, സൈൻ ചെയ്തോ, ഉറപ്പാണ്. ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ ഇനി ഇതേപോലത്തെ നല്ല പ്ലേയേഴ്സ് വരാനുണ്ട്. മെസ്സി വരാനുണ്ട്, നെയ്മർ വരാനുണ്ട്, റൊണാൾഡോ വരുമോയെന്ന് എനിക്കറിയില്ല. ഇതിലും നല്ല പ്ലേയേഴ്സ് ഇനിയും വരാനുണ്ട്. അവരിൽ ഇതിനെക്കാട്ടും നല്ല പ്ലേയേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഇത് കറക്കിയിട്ട് ഇതായി പോകും. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ പറയുന്നത്, വെറുതെ കറക്കാൻ നിൽക്കണ്ട. മെസ്സി നെയ്മർ എന്തായാലും വരും, അത് ഉറപ്പാണ്. നെയ്മർ അറിയാം, മെസ്സി എന്തായാലും വരും. അത് ഞാൻ ഇവിടെ എഴുതി ഒപ്പിട്ട് തരും.
അത്രക്കും എനിക്ക് ഉറപ്പുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഇതിനെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്തോ. നിങ്ങൾ ഫാൻ ബോയ് ആണെങ്കിലോ അല്ലെങ്കിൽ അത്ര നിങ്ങൾ ഫാൻ ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഇപ്പോൾ പൈസ മുടക്കുന്നവരാണെങ്കിൽ, അതായത് ഇപ്പോൾ ആഴ്ചയിലെല്ലാം പൈസ മുടക്കുന്നവരാണെങ്കിൽ ഓക്കെ, നിങ്ങൾ കളിക്കോ. ഞാൻ പറയുന്നത് F2P പ്ലേയേഴ്സിനോടാ, ഫ്രീ ടു പ്ലേയേഴ്സിനോട് ഞാൻ പറയുന്നത് അവർ കറക്കണ്ടാന്ന് ഞാൻ പറയുന്നു. കാരണം ഇതിനും കാര്യം ബെസ്റ്റ് കളി ഇനി മാൾഡീനിലും വരാനുണ്ട്. ബാക്കലാണ് വേണ്ടതെങ്കിലും മാൾഡീനിലും വരാനുണ്ട്. മാൾഡീനി ഇനിയും കാര്യം പവർ പ്ലെയർ ആയിരിക്കും. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ സൈൻ ചെയ്യണ്ട. ഞാൻ ഇപ്പോൾ പറയല്ല, ഈ ഇബ്രാഹിമോവിച്ചിനെ സൈൻ ചെയ്യണ്ട. അങ്ങനെയില്ല അവർ. സ്ലാറ്റന് ഇഷ്ടമില്ലവരെല്ലാം കറക്കിക്കോ, എന്തുകൊണ്ട് അത് ഞാൻ ഒന്ന് നിങ്ങൾ പേഴ്സണൽ ഇതിനെ ഞാൻ ഇതാക്കുന്നില്ല. നിങ്ങൾ അങ്ങനെ കറക്കുന്നവരുണ്ടെങ്കിൽ കറക്കിക്കോ, പ്രശ്നമില്ല. പക്ഷേ ഈ കോയിൻ കൂട്ടിയിട്ട് ഇപ്പോൾ ഒരു 3000 കോയിനെല്ലാം ഇതുണ്ട്. അത് ഞാൻ പറയുന്നത്, അത് ഞാൻ എന്താണ് അതിനകത്ത് എനിക്ക് ഒരു ഇത് കിട്ടി, അതിനകത്ത് 100 കോയിനാണ് കിട്ടിയത്. അപ്പം ഞാൻ ഇത് സേവ് ചെയ്ത് വെക്കുകയാണ്. അപ്പം എന്താണ് ഫ്രീ സ്പിന്നെല്ലാം എടുത്തിട്ട് കിട്ടുന്നവരെല്ലാം ഉണ്ടായിനെ. അങ്ങനെ കിട്ടിയവർക്ക് ഭാഗ്യമൊന്നുമില്ല, അതെ ലോട്ടറി എന്ന് പറയാം. ഓക്കെ, അപ്പം സ്ലാറ്റനെ ഇഷ്ടമുള്ളവരെല്ലാം എടുത്തോ. അങ്ങനെ നല്ല ബോഡിയും വെച്ച് കളിക്കുന്നവരെല്ലാം മേടിക്കെടുത്തോ. പക്ഷേ സ്പീഡും അങ്ങനെ വെച്ച് കളിക്കുന്നവർ, അതായത് നല്ല സ്പീഡ് മൂവ് വേണം, ഡ്രിബിളിങ് വേണം, നല്ല സ്പീഡായിട്ട് ഗോളീനെ ഇതാക്കിയിട്ട് പോകണം. അങ്ങനെയുള്ളവർ എടുക്കേണ്ടെന്ന് ഞാൻ പറയും. ഡ്രിബിളിങ് ബേസ്ഡ് ആയിട്ടില്ല അവർ ഒന്നും എടുക്കണ്ട. കാരണം ഇവ ഡ്രിബിളിങ്ങേ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മെയിനായിട്ട്. അപ്പോൾ ഇത്രയും ഞാൻ പറയാൻ വന്നിട്ടു. സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച് ഓക്കെ ഗുഡാണ്, പക്ഷേ അവർ 110 കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച് മുന്നേ, അതായത് ആ ബാൻ ബാസ്റ്റൻ അവരെല്ലാം വരുന്ന ആ സമയത്ത് ഇത് വന്നില്ലെങ്കിൽ ഓക്കെ, ഒരു 106 107. ഇത് എപ്പിക്കിന് അത്രയേ ഇല്ലു, എപ്പിക്കേ ഇല്ലു, ബിഗ് ടൈം ആയിട്ട് കൊടുക്കാനൊന്നുമില്ല. പിന്നെ ഇത് എന്താണ് AC മിലാൻ്റെ ഇതായതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറഞ്ഞു അതിനകത്ത് ഗുള്ളിറ്റ് നല്ല നല്ല പ്ലേയേഴ്സ് ഉണ്ട്. ഞാൻ ഒന്നും പറയില്ല, നല്ല നല്ല പ്ലേയേഴ്സ് ആയാലും ഗുള്ളിറ്റ് ഉണ്ട്. പിന്നെ ഗട്ടൂസോ ഉണ്ട്. ഗട്ടൂസോ എൻ്റെ ചങ്ങ കിട്ടീന്, അവനെ കറക്കീന്. അത് ഫസ്റ്റ് ഫ്രീ സ്പിന്നിൽ കിട്ടീന്, അത് നല്ല തന്നെയാണ്, അത് മോശമില്ല. അങ്ങനെയുള്ള ബാക്കിയുള്ള പ്ലേയേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് ഒരുപാട് കോയിൻസ് ഇല്ലവരുണ്ടെങ്കിൽ കറക്കുക. കോയിൻസ് 1000 2000 ഉണ്ടെങ്കിൽ കറക്കാനേ നിങ്ങൾ നിൽക്കരുത്. കാരണം എന്തിട്ട് അറിയാം, നിങ്ങൾക്ക് കിട്ടൂല. അത്രക്ക് 250 പ്ലേയേഴ്സാണ്, 5 പ്ലേയേഴ്സ് 5 ഇത് ഏൽപ്പിക്കും. അതുകൊണ്ട് കറക്കാൻ കിട്ടുന്ന ആരും വിചാരിച്ചേണ്ട. മറ്റേനെക്കാട്ടിൽ ലെക്കുണ്ടെന്ന് ആരെല്ലോ പറയും, അത് വിശ്വസിക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതേപോലെ ബെസ്റ്റ് കണ്ടൻസ് ആയിട്ട് ഞാൻ വരും. അതുവരേക്കും ബൈ ബൈ.